പല മേഖലകളിലും ധാരാളം കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളുണ്ട്. ആദ്യകാലത്ത് ഈ രാഷ്ട്രീയ മേഖലകളിൽ, പ്രത്യേകിച്ചും സംയുക്ത മഹാരാഷ്ട്ര പ്രക്ഷോഭത്തിൽ ധാരാളം നമ്മുടെ നേതാക്കൾ, അവിടെയുള്ള ആളുകൾ, മലയാളി നേതാക്കൾ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയും മഹാരാഷ്ട്രയിലെ ജനതയ്ക്കൊപ്പം നിന്ന് വലിയ പോരാട്ടങ്ങൾ നടത്തുകയും ആ പോരാട്ടത്തിൽ നമുക്കറിയാം 100-120 പേരോളം മരിച്ച വലിയ സംഘർഷാവസ്ഥ, വലിയ പോരാട്ടമായിരുന്നു സംയുക്ത മഹാരാഷ്ട്ര പ്രക്ഷോഭം. സംയുക്ത മഹാരാഷ്ട്ര പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ, തൊഴിലാളി നേതാക്കൾ, അവരുടെ പങ്ക് നഗരത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പലരും വളരെ ഫേമസ് അല്ലെങ്കിൽ പ്രസിദ്ധരായ എന്നല്ല, മറിച്ച് ഇന്ന് ഇവിടെ ഒരുപക്ഷെ നമുക്ക് ഓർമ്മിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ധാരാളം ആളുകൾ, അവരാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. പിന്നെ രണ്ടാമത്തേത്, ബോംബെയിൽ നിന്ന് പല മേഖലകളിലും, സാമ്പത്തിക മേഖലകളിൽ നിന്ന് ഗുഡ് നൈറ്റ് മോഹൻ സിനിമാ രംഗത്ത് വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കി. ഉജാല രാമചന്ദ്രൻ വ്യവസായ രംഗത്ത് വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് ആളുകൾ സാമ്പത്തിക മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ, സാമ്പത്തിക മേഖലകളിൽ, പിന്നെ സാംസ്കാരിക മേഖലയിൽ ഇപ്പോൾ നമുക്ക് റസൂൽ പൂക്കുട്ടിയെ പോലുള്ള ആളുകൾ, പിന്നെ നമ്മുടെ ചിത്രകാരന്മാർ ബോസ് കൃഷ്ണമാചാര്യയെ പോലുള്ള ആളുകൾ, കലാരംഗത്ത് ഇവരുടെ റിയാസ് കോമും, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് കലാകാരന്മാർ, ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ കലാരംഗത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ തൊഴിലാളികൾ വിവിധ മേഖലകൾ, ആതുര ശുശ്രൂഷ രംഗത്ത്, വ്യവസായ രംഗത്തുള്ള സാധാരണ തൊഴിലാളികളായിട്ടുള്ള ഒരു തൊഴിലിൻ്റെ കൂട്ടം. പിന്നെ മറ്റൊരു രംഗമെന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്താണ്. വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം ടീച്ചർമാർ, ധാരാളം അധ്യാപകർ, ഇവിടെ നിന്നൊക്കെയുള്ള നമ്മുടെ അന്ന് സാക്ഷരതയിലൊക്കെ മഹാരാഷ്ട്രയ്ക്ക് വളരെ മുൻപിലായിരുന്നു കേരളം. അപ്പോൾ ധാരാളം ആളുകൾ. മറ്റൊന്ന് ഈ നേഴ്സിംഗ് രംഗത്തുള്ള ഒരു വലിയ സേവനം, ആ സേവന രംഗത്ത് നേഴ്സിംഗ് പഠിച്ച ആളുകൾ ഇപ്പോഴും ഒരു, ഞാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു മലയാളി നേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വലിയ റെസ്പെക്റ്റ് അവർ ഇപ്പോഴും കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നേഴ്സിംഗ് മേഖലയിൽ, ആരോഗ്യ മേഖലകളിൽ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. പിന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് സ്വയം നമ്മുടെ SNDP പോലുള്ള പ്രസ്ഥാനങ്ങൾ തന്നെ, ചർച്ചുകൾ, അതുപോലെയുള്ള സ്ഥാപനങ്ങൾ, മതപരമായ സ്ഥാപനങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസത്തിന് വലിയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻ നമ്മുടെ മഹാരാഷ്ട്രയ്ക്ക് നൽകുന്നു. വിദ്യാഭ്യാസ രംഗം, പിന്നെ കായിക രംഗം വളരെയധികം ശോഭിക്കുന്ന ആളുകളില്ലെങ്കിലും കായിക രംഗത്ത് നമുക്ക് അതിൻ്റേതായ കോൺട്രിബ്യൂഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബോംബെക്ക്. എന്നാലും പ്രധാനപ്പെട്ട ഈ 3-4 മേഖലകൾ, രാഷ്ട്രീയം, സാമ്പത്തികം, ആതുര ശുശ്രൂഷ രംഗം, വിദ്യാഭ്യാസ രംഗം, ഇത്തരം മേഖലകളിൽ വലിയ സംഭാവന മലയാളികൾ ബോംബെക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ്.